ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 1ാം പാഠമായ പറവകൾ പാറി എന്ന പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടന്നാലോ? വീഡിയോസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. 1ാം പാഠം പറവകൾ പാറി. ആദ്യത്തെ ഒരു ചെറിയ കുഞ്ഞു പാട്ടാണ് കൊടുത്തിട്ടുള്ളത്, നമുക്കതൊന്ന് പാടി നോക്കാം. പടപട പടപട പറവകൾ പാറി തന 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 തനുദിന താന. ഒന്നുകൂടെ വായിക്കാം. പടപട പടപട പറവകൾ പാറി തന 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 തനുദിന താന. രണ്ടാമത്തെ പേജിൽ നോക്കിയേ. കലപില കലപില പറവകൾ പാടി തന 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 തനുദിന താന. ഒന്നുകൂടെ നമ്മൾ വായിക്കുന്നു, മക്കളെ കൂടെ പാടി നോക്കണേ. പടപട പടപട പറവകൾ പാറി തന 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 തനുദിന താന. കലപില കലപില പറവകൾ പാടി തന 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 തനുദിന താന. കിട്ടിയല്ലോ, പഠിച്ചല്ലോ. ഇനി നോക്കിയേ, ഒരുപാട് പക്ഷികളെ കൊടുത്തിട്ടുണ്ടല്ലേ നമ്മുടെ പാഠത്തിൽ. ഒരുപാട് പക്ഷികളുടെ ചിത്രം മക്കൾക്ക് അവിടെ കാണാം. അപ്പം നമുക്ക് ആ പക്ഷികളുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ? ഒന്ന് നോക്കാം. ഇതാരാ? ഇതാണ് കാക്ക അല്ലേ? കാക്കയാണ് ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം. കാക്കയുടെ നിറം എന്താ? കറുപ്പ് നിറമാണല്ലേ. കാക്കയുടെ നിറം എന്താണ്? കറുപ്പ് നിറമാണ്. അടുത്തത് നോക്കിയേ, തത്ത. തത്തയുടെ നിറം എന്താ? പച്ച നിറത്തിലാണ് നമ്മുടെ തത്ത കാണുന്നത് അല്ലേ. തത്തമ്മയുടെ നിറം എന്താ? പച്ച നിറാണ്. അടുത്തതാരാ? പ്രാവ്. പ്രാവിൻ്റെ നിറം എന്താ? വെള്ള നിറമാണ് അല്ലേ. വെളുപ്പ് നിറമാണ് നമ്മുടെ പ്രാവിന്. അടുത്തതാൾ നോക്കിയേ, ആരാണ് അടുത്ത പക്ഷി? പൊന്മാനാണ്. പൊന്മാൻ്റെ നിറം എന്താണ്? നീല നിറമാണ്. പൊന്മാൻ്റെ നിറം എന്താണ്? നീല നിറം. അടുത്തത് നോക്കിയേ, മഞ്ഞക്കിളി. മഞ്ഞക്കിളിയുടെ കളർ എന്താ? മഞ്ഞ നിറമാണ്. മഞ്ഞക്കിളിയുടെ കളർ എന്താണ്? മഞ്ഞ നിറമാണ്. അടുത്ത നോക്കിയേ, മയില്. മയിലിൻ്റെ നിറം എന്താ? ഒരു നീല നിറമാണ് അല്ലേ. മയിലിൻ്റെ നിറം എന്താണ്? നീല നിറമാണ്. ഇനി നോക്കിയേ, പറവകൾ, തൂവലുകൾ. നമ്മുടെ പക്ഷികൾക്കൊക്കെ എന്തുണ്ട്? അതിൻ്റെ ചിറകിലും അതിൻ്റെ ശരീരത്തിലും നിറയെ തൂവലുണ്ട് അല്ലേ. അപ്പം നോക്കിയേ, പറവകൾ പാറി പറവകൾ പാടി തനുദിന തനുദിന തൂവലുത. നമ്മൾ പക്ഷികളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ അതിൻ്റെ ഒരു തൂവല് കിട്ടിയിരുന്നെങ്കിലെന്ന്. അതുപോലെ ഇനിയുള്ള നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് തൂവൽ ശേഖരണമാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർ എന്തായാലും മക്കളോട് എന്ത് പറയും? തൂവലുകൾ ശേഖരിക്കാൻ വേണ്ടി പറയും. ഇവിടെയും നിങ്ങൾക്ക് കുറേ പക്ഷികളെ കാണാം അല്ലേ. കാക്കയുണ്ട്, തത്തയുണ്ട്, പ്രാവുണ്ട്, അതുപോലെ മയിലുണ്ട്, പൊന്മാനുണ്ട്, മൂങ്ങയുണ്ട്, പരുന്തുണ്ട്. അങ്ങനെ ഒരുപാട് പക്ഷികളെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ പക്ഷികളുടെയൊക്കെ തൂവൽ ശേഖരണമാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ പാഠഭാഗത്തിൽ പ്രവർത്തനമായി ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പോഴേ മക്കൾ എന്ത് ചെയ്യണം? അവിടെ ഇവിടെ നടക്കുമ്പോഴൊക്കെ തൂവലൊക്കെ കിട്ടുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കൃത്യമായി എടുത്തു വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ തൂവലുകളൊക്കെ ഒന്ന് എല്ലാവരും എടുത്തു വെക്കുക. നമുക്കൊന്നുകൂടെ പാടി നോക്കാം. പറവകൾ പാറി പറവകൾ പാടി തനുദിന തനുദിന തൂവലുത. തനുദിന തനുദിന തൂവലുത എന്നിങ്ങനെയാണ് നമ്മൾ പാടുന്നത് അല്ലേ. നമുക്ക് എന്ത് വേണം? തൂവല് വേണം. ഇനിതാ ഇതുപോലെ എല്ലാ മക്കളും എന്ത് ചെയ്യുക? കുറച്ച് തൂവലുകളൊക്കെ ശേഖരിച്ച് വെക്കുക. നമുക്കത് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും തൂവൽ ശേഖരണം തുടങ്ങിക്കോട്ടോ. ഇനി നോക്കിയേ, ഇവിടെ ചിത്രത്തിൽ കുറേ മുട്ടകൾ. നമ്മളെല്ലാവരും മുട്ടകളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. ഇനി മുട്ടകൾ കഴിക്കാത്തവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? മുട്ടത്തോടുകളെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അടുത്തത്. ഒരു ചെറിയ പ്രവർത്തനമാണ്. അപ്പോൾ മക്കളൊക്കെ എന്ത് ചെയ്യുക? ഇതുപോലെ മക്കൾക്ക് തോന്നുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ നമ്മുടെ മുട്ടകളുടെ മുകളിൽ വർണ്ണചിത്രങ്ങളൊക്കെ എന്ത് ചെയ്യാം? വരച്ച് വെക്കാം. എന്നിട്ട് അതിനിങ്ങനെ മനോഹരമാക്കി വെക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായും പക്ഷികളുടെ തൂവലുകൾ ശേഖരിക്കുന്നു, അതുപോലെ മുട്ടത്തോടുകളെ ഇങ്ങനെ അതിഭംഗിയാക്കി വെക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് നമുക്ക് ഈ പാഠഭാഗത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നമ്മുടെ പക്ഷികളുടെ ഈ പാട്ട് പാടിയിട്ട് നമുക്ക് പാഠഭാഗം അവസാനിപ്പിക്കാം. നമ്മുടെ പക്ഷികളുടെ നിറങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. കാക്കയ്ക്ക് കറുപ്പ് നിറമാണ്, തത്തമ്മയ്ക്ക് പച്ച നിറമാണ് എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഒന്നുകൂടെ പാട്ട് പാടിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കവിത ചൊല്ലിക്കൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്. പറവകൾ പാറി
പടപട പടപട പറവകൾ പാറി തന 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 തനുദിന താന. കലബില കലബില പറവകൾ പാടി തന 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 തനുദിന താന. അപ്പം ഇതുപോലെ പാട്ടൊക്കെ കൃത്യമായി ഒന്ന് പാടിപ്പഠിച്ച് ഇതിലുള്ള വാക്കുകളൊക്കെ ഒന്ന് കൃത്യമായി എഴുതി പഠിച്ച് മക്കൾ നല്ല അടിപൊളി മക്കളായിരിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ഗുഡ് ബൈ മക്കളെ. നന്നായി പഠിക്കുക. എല്ലാം ഒന്ന് എഴുതി കൃത്യമായി അക്ഷരത്തെറ്റൊന്നും കൂടാതെ എഴുതാനും കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കുക.